ചേട്ടാ. ആ അപ്പൊ അവനെ വീട്ടിലെത്തിയാ? ഞങ്ങളിപ്പോ അവനവിടെ മറ്റേ എന്റെ ആന്റിയുടെ വീട്ടിലാണ്. ആ ചേട്ടന്ന് പറഞ്ഞില്ലേ, നമ്മുടെ ഇവിടെ വഴിച്ചാല്. വഴിച്ചാല്. ഓ അത് ശരി. ചേട്ടാ ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ. സത്യം പറയല്ല, ഞാൻ ചേട്ടനെയാണ് ആദ്യം വിളിക്കണേ. ആ അതെ, അതെ, അതെ. അത് ഭയങ്കര എനിക്ക് സംഭവം. അത്രയും എനിക്കത് എന്താ പറയാ. ഞാൻ അന്ന് തുടക്കം മുതൽ അവസാനം വരെ നമ്മുടെ ഉവ്വ ഒറ്റ ഉവ്വ പ്രാർത്ഥന ഉവ്വ കേട്ടാ. ആയിരുന്നല്ലോ, ഉവ്വ. ഒരു ആ മോനെങ്കിലും ചേട്ടന് തിരിച്ചു ഉവ്വ. കിട്ടാൻ വേണ്ടിട്ടായിരുന്നു അയ്യോ, നമ്മുടെ. അറിയാട്ടാ. ഉവ്വ ഉവ്വ. എനിക്കറിയാം. ഞാൻ ചേട്ടൻ്റെ എല്ലാ ഇത് കാണുന്നത്, വീഡിയോ ആ, കാണുന്നുണ്ട്, എല്ലാം ചെയ്യാറുള്ളതാ. ഓ കാരണം ചേട്ടൻ സത്യസന്ധമായിട്ട് നിൽക്കുന്ന ആളാന്ന് എനിക്കറിയാം. നമ്മളിതിലൊന്നും ഒരു വരുമാനവും പ്രതീക്ഷിക്കാണ്ട് അയ്യോ നടക്കണ അയ്യോ ആളാ. അല്ലല്ല, അയ്യോ തീർച്ചയായിട്ടും എന്റെ പൊന്ന് ചേട്ടാ, എനിക്കറിയാം. ഞാൻ എന്താ പറയാ, അന്ന് എനിക്കറിയാം ചേട്ടനെ. ഞാൻ ചേട്ടൻ എല്ലാ വീഡിയോയും കാണുന്നതാ. ഓ എല്ലാത്തിനും ലൈക്ക് അടിക്കുക. കാരണം സത്യസന്ധമായ വാർത്തകളാണ് ചേട്ടൻ കൊടുക്കുന്നത്. ഓ അതില് എന്താ പറയാ, ലോകം മുഴുവൻ അറിഞ്ഞത് ചേട്ടനെയും കൂടെയാ. അതെ, അതെ. ഏഹ് ചേട്ടൻ വന്നു. ഒരുപാട് നന്ദിയുണ്ട് ചേട്ടാ. തീർച്ചയായിട്ടും. കാരണം അപ്പൊ അവന്റെ വീട്ടിലേക്ക് എപ്പോഴാ ഇങ്ങനത്തെ? ചേട്ടാ കുറച്ചൊരു പണികൾ തീരാനുണ്ട്. ശനിയാഴ്ച അങ്ങോട്ട് കൊണ്ടെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കൊണ്ടെല്ലാം ഓ പറ്റും. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ദിവസങ്ങളായുള്ള ചികിത്സയ്ക്കും പതിനായിരക്കണക്കിന് മാതാപിതാക്കളുടെയും പതിനായിരക്കണക്കിന് ആളുകളുടെയും പ്രാർത്ഥനയ്ക്കും പ്രതീക്ഷാനിർഭരമായ കാത്തിരിപ്പിനും ശേഷം കൊടകര കോടാലി കടമ്പോട് കാവുങ്ങൽ വീട്ടിൽ സിൽജോ ജോൺസി ദമ്പതികളുടെ മൂത്ത മകനായ അനോഷ് പാമ്പ് കടിയേറ്റ് ചികിത്സയിലായിരുന്ന അപ്പോളോ ഹോസ്പിറ്റലിൽ, ആ ഹോസ്പിറ്റലിൽ നിന്നും ആരോഗ്യവാനായി ഏറെ സന്തോഷകരമായ കണ്ണുകളോടുകൂടി ആ പയ്യൻ, 10 വയസ്സുകാരനായ പയ്യൻ അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്നും ചികിത്സ കഴിഞ്ഞിറങ്ങി. ഏറെ വൈകാരികമായിരുന്നു അവിടുത്തെ ഓരോ നിമിഷങ്ങളും. ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് സമൂഹത്തിലെ വിവിധ തുറകളിൽപ്പെട്ട ആളുകൾ അവിടെ എത്തി. ഫുട്ബോൾ കളിയോടുള്ള വലിയ ആവേശം അനോഷിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മെസ്സിയുടെ ടീഷർട്ട് സമ്മാനമായി നൽകി ഷൈജു ദാമോദരൻ. മെസ്സി എന്ന് പറയുന്നത് തന്നെ ഒരു തിരിച്ചുവരവിൻ്റെ പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ 10-ാം നമ്പർ ജേഴ്സിയും അണിഞ്ഞ 10 വയസ്സുകാരൻ സന്തോഷകരമായി തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ ജനവിഭാഗങ്ങളോടും ആളുകളോടും തൊഴുകൈകളോടെ കൈകൂപ്പി നിന്നു. ഒപ്പം പിറകിൽ ആ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സിൽജോ എന്ന് പറയുന്ന അനോഷിൻ്റെ അപ്പച്ചൻ, ഒരു ടൈൽ പണിക്കാരനായ പാവ മനുഷ്യൻ ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിലാണ് പാമ്പ് വലിയ ദുരന്ത നായകനെ പോലെ ആ കുടുംബത്തിലേക്ക് കയറി വന്നത്. ഏറെ വൈകാരികമായ രംഗങ്ങൾ. ആ കുടുംബം സത്യത്തിൽ എന്തിനെയാണ് ഉൾക്കൊള്ളേണ്ടത് എന്നുള്ളതിനെപ്പറ്റി വലിയ സംശയമുണ്ടായിരുന്നു. ഒരു വശത്ത് തങ്ങളുടെ പ്രിയപ്പെട്ട രണ്ടാമത്തെ മകൻ നഷ്ടപ്പെട്ട ഒരു വലിയ വിഷമം, മറുവശത്ത് മരണത്തിലേക്ക് വഴുതിപ്പോയ അനോഷിൻ്റെ തിരിച്ചുവരവ്. ഇതിൽ ഏതാണ് ഉൾക്കൊള്ളേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന് ഇപ്പോഴും പകച്ചു നിൽക്കുന്ന കാവുങ്ങൽ വീട്ടിലെ സിൽജോ ജോൺസി ദമ്പതികൾ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം ആദ്യം പോയത് കൊരട്ടി വഴിച്ചാലുള്ള തങ്ങളുടെ കസിനായിട്ടുള്ള ഒരു ആൻറ്റിയുടെ വീട്ടിലേക്കാണ്. അവിടെ നിന്നും പിന്നീട് പോയത് കൊരട്ടിമുക്തിയുടെ തിരുനടയിലാണ്. നിറകണ്ണുകളോടെ അമ്മയുടെ മുന്നിൽ ആ കുടുംബം നിന്ന് പ്രാർത്ഥിച്ചു, തുലാഭാരം നടത്തി, ഞങ്ങളുടെ മകനെ കാത്തുകൊള്ളണേ. തീർച്ചയായിട്ടും വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ ഈ സിൽജോ ചേട്ടൻ ജയഫേസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നന്ദി പറഞ്ഞു. ഞാൻ ചേട്ടനെയാണ് ആദ്യം വിളിക്കുന്നത്. എനിക്കൊരുപാട് നന്ദിയുണ്ട്. കാരണം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യത്തിൽ ചേട്ടൻ ഒരുപാട് പ്രാവശ്യം ചേട്ടൻ ഞങ്ങളോടൊപ്പം നിന്നു എന്നുള്ള ഒരു വലിയ കാര്യം. എൻ്റെ ജീവിതത്തിലൂടെ വലിയ വൈകാരികമായ രംഗങ്ങൾ അവശേഷിപ്പിച്ചാണ് ഈ കുടുംബത്തിൻ്റെ ഓരോ രംഗങ്ങളും കടന്നുപോയത്. സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിലേക്ക് ഈ കുട്ടികളെ കൊണ്ടുവന്നത് മുതൽ ഒരു കുട്ടി നഷ്ടപ്പെട്ടു, അതിനുശേഷം മറ്റേ കുട്ടി 80% തീരാൻ പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിലുള്ള എൻ്റെ മനസാക്ഷിയോട് ഞാൻ പറഞ്ഞത്, ഒരു മകനെയെങ്കിലും, ആ ശേഷിക്കുന്ന മകനെയെങ്കിലും ആ അപ്പച്ചന് നൽകണമേ എന്നുള്ള എൻ്റെ മനസാക്ഷിയോടുള്ള എൻ്റെ മന്ത്രണം, അത് മാത്രമായിരുന്നു ഞാൻ നടത്തിയിരുന്നത്. അതോടൊപ്പം തന്നെ ഈ ജെഫേസ് എന്ന് പറയുന്ന എൻ്റെ കൊച്ചു മീഡിയ ചാനലിലെ ഫോളോവേഴ്സ് എന്നും ഈ അനോഷിൻ്റെ കാര്യങ്ങൾ തിരക്കുകയായിരുന്നു. ഓരോ മതവിഭാഗത്തിൽപ്പെട്ട വ്യത്യസ്തരായ ആളുകൾ പല പല നേർച്ചകളാണ് അനോഷിന് വേണ്ടി നേർന്നത്. അതെല്ലാം അവർ കമൻറ്റുകളിലൂടെയും ഒക്കെ അവർ ഇട്ടിരുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുമെല്ലാം ഫലം കണ്ടിരിക്കുന്നു. അനോഷ് എന്ന് പറയുന്ന ആ 10 വയസ്സുകാരൻ പയ്യൻ ആ മെസ്സിയുടെ ജേഴ്സിയും അണിഞ്ഞ് ജീവിതത്തിലേക്ക് വീണ്ടും കാൽവെച്ച് നടക്കുകയാണ്. ആ പയ്യൻ എല്ലാവിധ ജീവിത ഭാവുകങ്ങളും നേരുകയാണ്. ഈ നിമിഷം ഓർക്കേണ്ടത് അപ്പോളോ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഹോസ്പിറ്റൽ ഡോക്ടേഴ്സിനെയും നഴ്സുമാരെയുമാണ്. വെറുതെ മരുന്നുകൾ മാത്രം പോരാ, മനസ്സിനുള്ള മരുന്നും കൂടി കൊടുക്കണം. അവിടെയാണ് അപ്പോളോ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സും നഴ്സുമാരും ഒരു ഫാമിലി ടച്ച് അനോഷിന് നൽകിയത്. കുടുംബാന്തരീക്ഷമായിരുന്നു അനോഷിന് അവിടെ നൽകിയത്. പല നഴ്സുമാരും തങ്ങളുടെ ഒരു കൊച്ചനിയനും തങ്ങളുടെ മകനാണ്, തങ്ങളുടെ ഒരു കൊച്ചു മകനാണെന്നുള്ള രീതിയിൽ തന്നെയാണ് അനോഷിനെ കണ്ടത്. അത്രയും നല്ല ട്രീറ്റ്മെൻറ്റാണ് അവിടെ നൽകിയത്. അപ്പോളോ ഹോസ്പിറ്റലിനെ പറ്റി പല കിംവദന്തികളും നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ അനോഷ് എന്ന് പറയുന്ന 10 വയസ്സുകാരൻ പയ്യനെ ഈ കേരള മനസാക്ഷി മുഴുവനും നെഞ്ചിലേറ്റിയ ഒരു തിരിച്ചുവരവിനായി പ്രാർത്ഥിച്ച അനോഷിനെ സത്യത്തിൽ ഈ ഡോക്ടർമാരും നഴ്സുമാരും ചേർന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയായിരുന്നു. അത് ആ നഴ്സുമാരുടെ ജെന്റിൽ ടച്ച്. ഇവിടെയാണ് ജീവന് കൂട്ടിരിക്കുന്ന ഡോക്ടർമാർ യഥാർത്ഥത്തിൽ ജീവൻ്റെ കൂട്ടിരിപ്പുകാരായി മാറുന്നത്, അല്ലെങ്കിൽ നഴ്സുമാർ യഥാർത്ഥത്തിൽ മാലാഖമാരായി മാറുന്നത്. ഒരിക്കലും എത്ര കൊടുത്താലും മതിയാകില്ല എന്ന് പറയുന്ന വലിയ സ്നേഹത്തിൻ്റെ മാതൃകാരൂപങ്ങളായി അപ്പോളോ ഹോസ്പിറ്റലിലെ നഴ്സുമാർ മാറുന്നതും ഇവിടെയാണ്. എത്ര ശമ്പളം അവർക്ക് കൊടുത്താലും തീരാത്ത വലിയ കടപ്പാടാണ് ആ നഴ്സുമാർക്കും ഡോക്ടേഴ്സിനുമുള്ളത്. ജീവൻ്റെ കൂട്ടിരിപ്പുകാരും ജീവൻ്റെ മാലാഖമാരുമായി മാറി അപ്പോളോ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സും നഴ്സുമാരും.
പ്രിയപ്പെട്ട സിൽജോ ചേട്ടാ, ജോൺസ് ചേച്ചി, ജീവിതത്തിൽ വന്നിട്ടുള്ള ചില ദുരന്ത അധ്യായങ്ങൾ അത് ഓർമ്മകളിലെ ഒരു നെരിപ്പോടായി മാത്രം അവശേഷിപ്പിക്കുക. നിങ്ങളുടെ ഈ കാവുങ്ങൽ വീട്ടിലേക്ക് സന്തോഷകരമായ അനുഭവങ്ങളുമായി ജീവിതം തിരിച്ചു വരും. എനിക്ക് അതുമാത്രമാണ് പറയാനുള്ളത്. ജീവിതത്തിൽ പ്രതിസന്ധികൾ നിറഞ്ഞ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള പലരും എന്നെ വിളിക്കാറുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ അനോഷ് എന്ന് പറയുന്ന ഈ 10 വയസ്സുകാരൻ പയ്യൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആശ്രയമായി മാറുന്ന, അല്ലെങ്കിൽ സ്വപ്നങ്ങളുടെ ചിറകടിച്ചു വരുന്ന ഒരു പയ്യനായി അവൻ നിങ്ങളുടെ കുടുംബത്തിൽ നിലനിൽക്കും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അൽജോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബത്തിലേക്ക് സന്തോഷകരമായ നിമിഷങ്ങൾ കടന്നു വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പയ്യന് വേണ്ടി പ്രാർത്ഥിച്ച എൻ്റെ ഈ കൊച്ചു ചാനലിലെ എല്ലാ ഫോളോവേഴ്സിനോടും നന്ദി, നമസ്കാരം.